കാരണവരാണ്. ആര്? സെറ്റ്. ഒരു ഫോട്ടോ എടുക്കാൻ കിട്ടുമോ? പുത്തഞ്ചിറ നാടിൻ്റെ ഗ്രാമഭംഗിയൊക്കെ ആസ്വദിച്ചുകൊണ്ട് അതേ ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. മമ്മിയുടെ ആങ്ങളയുടെ വീട്ടിലാണ് ഞങ്ങളെല്ലാവരും കൂടിയത്. അങ്ങനെ എൻ്റെ പഴയ നാടായിരുന്നു. ഇപ്പം ഞങ്ങൾ അവിടെയല്ല താമസിക്കുന്നത്, വേറെ സ്ഥലത്താണ്. അപ്പോൾ പണ്ടത്തെ ഓർമ്മകളൊക്കെ ഇങ്ങനെ അയവിറക്കിക്കൊണ്ട് ഞാൻ യാത്ര തുടർന്നു. അങ്ങനെ ദേ മമ്മിയുടെ ആങ്ങളയുടെ വീട്ടിലെത്തിയിട്ടോ. ഇവിടെയാണ് ഞങ്ങൾ ഒന്നിച്ചോണം മാളോണം കൂടുന്നത്. അവിടെ ചെന്നപ്പോൾ കാഴ്ച എന്താണെന്ന് വെച്ചാൽ നമ്മുടെ കുഞ്ഞു കുട്ടികൾ മുതൽ വലിയവർ വരെ എല്ലാവരും പൂക്കളം ഇടാനുള്ള തിടുക്കത്തിലാണ്. ദേ പൂക്കളം ഇത്രയാണ് ആയിട്ടുള്ളത്. ഇത്ര ആയപ്പോൾ ഞങ്ങൾ പതുക്കനെ അവിടെ നിന്ന് എല്ലാവരും കൂടിയിട്ട് മുങ്ങിയത് എങ്ങനെയാണെന്ന് വെച്ചാൽ പുത്തഞ്ചിറ പള്ളിയുടെ പുറകിലായിട്ട് നല്ലൊരു പാടമുണ്ട്. നല്ല ഭംഗിയാണ് കാണാനായിട്ട്. അപ്പോൾ ദേ അവിടേക്ക് റീൽസ് എടുക്കാനുള്ള പുറപ്പാടാണ്. പക്ഷേ ഞങ്ങൾ ചെന്ന സമയം തീരെ പറ്റിയില്ല എന്ന് പറയാം. ഞങ്ങളൊരു ഏകദേശം 11:30-12 മണിയായപ്പോഴാണ് എത്തിയത്. അപ്പം നല്ല വെയിലായിരുന്നു. അവിടെ വെച്ചെടുത്ത റീൽസൊക്കെ നമ്മൾ ഓൾറെഡി ഷോർട്സായിട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആർക്കെങ്കിലും കാണണമെന്ന് താല്പര്യം ഉണ്ടെങ്കിൽ അത് കാണുക. ആ പാടത്ത് വെച്ചെടുത്ത കുറച്ച് ഫോട്ടോസ് ഞാനിതിൽ ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ ആ ഫോട്ടോസൊക്കെ നമുക്കൊന്ന് കാണാം. അങ്ങനെ ഷൂട്ടും റീൽസൊക്കെ കഴിഞ്ഞതോടുകൂടി വിശപ്പിൻ്റെ വിളി ഉയർന്നു എന്ന് പറയാം. അങ്ങനെ എല്ലാവരും എന്തേ ഓണം മൂഡിലോട്ട് വന്നു കേട്ടോ. ആക്ച്വൽ ഓണം കഴിഞ്ഞതിൻ്റെ പിറ്റേ ദിവസമാണ് ഞങ്ങൾ കൂടിയത്. പിന്നെ ആർക്കും ഓണസദ്യ കഴിക്കാൻ തന്നെ ഇഷ്ടമില്ല. നമ്മുടെ കുട്ടികൾ അതുപോലെ ഹസ്ബൻഡ് അവരുമാരൊന്നും സമ്മതിക്കുന്നില്ല ഓണസദ്യ. അപ്പോൾ ഇലത്തുമ്പത്ത് അവരെ തൃപ്തിപ്പെടുത്താനായിട്ട് ചില നോൺ വെജ് കൂടി ഞങ്ങൾക്ക് ഉൾപ്പെടുത്തേണ്ടതായിട്ട് വന്നു. ഫുഡ് കഴിച്ച് ഒരു വിഭാഗം ആൾക്കാർ റെസ്റ്റ് എടുക്കാൻ പോയി. മറ്റൊരു വിഭാഗം ദേ മാവേലീനെയും എന്താ പറയുക പുലിക്കുട്ടികളെയൊക്കെ കൊണ്ട് പോയേക്കാണ് കേട്ടോ. അവരൊന്ന് അണിയിച്ചൊരുക്കാൻ വേണ്ടിയിട്ട്. നമ്മുടെ ജിജു ആയിരുന്നു ഇന്നത്തെ മിന്നും താരം എന്ന് പറയാം. മാവേലിയുടെ റോള് നല്ല ഭംഗിയായിട്ട് ചെയ്തു. ദേ ചേച്ചി റെൻസിയാണ് മാവേലീനെ അണിയിച്ചൊരുക്കുന്നത്. വളരെ ഭംഗിയായിട്ട് എന്ന് പറഞ്ഞാൽ വളരെ ഭംഗിയായിട്ട് തന്നെ ആ ടാസ്ക് പൂർത്തിയായി. ഇനി നമ്മുടെ ഓണാഘോഷ പരിപാടികൾ നമുക്ക് കാണാം. നമ്മളൊരുക്കിയ പൂക്കളത്തിൻ്റെ ഫൈനൽ ലുക്കാണ് കേട്ടോ. നല്ല ഭംഗിയുണ്ടായിരുന്നു പൂക്കളം കാണാനായിട്ട്. എനിക്ക് ഒത്തിരി ഇഷ്ടമായിട്ടാണ്. ഓർമ്മകളുടെ ഒരു പൂക്കാലമാണ് അല്ലേ? അപ്പൊ നമ്മൾ ഈ കുറച്ച് നാൾ കഴിഞ്ഞ് ആലോചിക്കുമ്പോ മാളാന്ന് പറയുമ്പോ ഫസ്റ്റ് ഓർമ്മ വരേണ്ടത് നമ്മുടെ ഈ ഒരു കൂട്ടായ്മയും നമ്മുടെ ഈ ഒരു ഇന്നത്തെ ഒരു കൂടിച്ചേരലാവണം അല്ലെ? അതിനല്ലേ നമ്മളൊക്കെ ഇവിടെ വന്നിരിക്കണേ. അപ്പൊ ഇന്നത്തെ ദിവസം നമുക്ക് അടിച്ചു പൊളിക്കാം. ഒരിക്കൽ കൂടി ഈ ഒന്നിച്ചോണം മാളോണത്തിലേക്ക് ഏവർക്കും സ്വാഗതം. അവരെന്നോ എവിടെയോ വെച്ച് കണ്ടുമുട്ടി. പൂക്കൾ വിരിഞ്ഞു, 9 പൂക്കൾ വിരിഞ്ഞു. നമ്മുടെ ഈ തറവാട്ടിലെ ഇളം തലമുറക്കാരനായ ടെറിൻ്റെ വൈഫ് മരിയാണ് കേട്ടോ ഈശ്വര പ്രാർത്ഥന പാടിയത്. അപ്പം അതോടെ നമ്മുടെ ചടങ്ങുകൾക്ക് ആരംഭം കുറിച്ചു. ലോകം മുഴുവൻ സുഖം പകരാനായി സ്നേഹദീപമേ മിഴി തുറക്കൂ.
നിന്നും 18.5 വയസ്സിൽ പാവാട പ്രായത്തിൽ ഇത്രയും വലിയ ഭാരമുള്ള തറവാട്ടിലേക്ക് 18 അടി വെച്ച് കയറിയ ഷൈനിയാണ്ടി. മരുമോൻ സമ്മാനം ഇത് വരുമ്പോ എനിക്കൊരു മൈക്കാവശ്യമില്ലായിരുന്നില്ല, തരം മാറി. ഇതെവിടെയോ കണ്ടു മറന്ന മുഖം പോലെ.
പുലരിപ്പു മെല്ലെ മെല്ലെ ഇതളിട്ടു മേലെ മേലെ മനമേതോ പാടും കിളിയായി ഒരുമിച്ച് തെന്നൽ തേരിൽ മണലോരം നീളെ പാറാം കിനാവിൻ നറുതേന്നുടയാം ആശാമുകിൽ അതിരിടാവാനിലായി പറവകൾ പോലവേ ആശാമുകിൽ അതിരിടാവാനിലായി പാടുന്ന പറവകൾ പോലവേ പുലരിപ്പു മെല്ലെ മെല്ലെ ഇരളിട്ടു മേലെ മേലെ മനമേതോ പാടും കിളിയായി ഒരുമിച്ച് തെന്നൽ തേരിൽ മണലോരം നീളെ പാറാം കിനാവിൻ നറുതേന്നുടയാം ആശാമുകിൽ